വാർത്താരംഭം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ചതായി സൂചന. ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ ഇ.പി. ജയരാജൻ പങ്കെടുക്കുന്നില്ല. ഇ.പി. കണ്ണൂരിലേക്ക് തിരിച്ചു. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദമായതിനെ തുടർന്നാണ് രാജിസന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. VV അരുൺ ഒപ്പം കിരൺ ബാബു എന്നിവർ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം VV അരുണിലേക്ക്. അരുൺ, വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന സമിതി യോഗമാണ് ഇന്ന് ചേരാനിരിക്കുന്നത്. അതിനിടയിലാണല്ലോ യോഗത്തിൽ പങ്കെടുക്കാതെ ഇ.പി. ജയരാജൻ മാറി നിൽക്കുന്നത്. തീർച്ചയായും ഇ.പി. ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള സന്നദ്ധത ഒരുപക്ഷെ രാജി തന്നെ പാർട്ടിയെ അറിയിച്ചതായാണ് സൂചന. അല്പസമയം മുമ്പ് ഞാൻ ഇ.പി. ജയരാജനുമായി ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം ആ വാർത്ത നിഷേധിക്കുന്നില്ല. ഇത്തരം വാർത്തകൾ വരുന്നുണ്ട്, കുറെ നാളുകളെ വരുന്നുണ്ടല്ലോ, ഇപ്പോൾ ഞാനൊന്നും പ്രതികരിക്കാനില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതായത് ഇ.പി. ജയരാജൻ രാജി സന്നദ്ധ അറിയിച്ചു എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. മറിച്ച് ഏതെങ്കിലും പ്രതികരണം വരുന്നതുവരെ ഇ.പി. ജയരാജൻ കഴിഞ്ഞ കുറെ നാളുകൾ, ഏതാണ്ട് 1.5 വർഷത്തിലേറെയായി പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു. അല്ലെങ്കിൽ പാർട്ടി പരിപാടികളിൽ നിന്ന്, പാർട്ടി കമ്മിറ്റികളിലടക്കം വിട്ടുനിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ, പ്രത്യേകിച്ചും MV ഗോവിന്ദൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് വന്ന ശേഷം ഇ.പി. ജയരാജൻ പലപ്പോഴും ഒരു നിസ്സഹകരണ സമീപനം സ്വീകരിച്ചിരുന്നു. തന്നെക്കാൾ വളരെ ജൂനിയർ ആയ MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയത് ഇ.പിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം മാസങ്ങളോളം പാർട്ടി കമ്മിറ്റികളിൽ, കേന്ദ്ര കമ്മിറ്റിയിൽ, സംസ്ഥാന സെക്രട്ടറി യോഗങ്ങളിൽ, പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് AK സെന്റർ പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ട ഇ.പി. ജയരാജൻ AK സെന്ററിലേക്ക് പോലും വരാതെ മാസങ്ങളോളം തന്റെ അതൃപ്തി പരസ്യമാക്കി ഇട്ടുനിന്നു. പിന്നീട് മുഖ്യമന്ത്രി അടക്കമുള്ള ഇടപെട്ടാണ് അദ്ദേഹം പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. പിന്നീട് ഇടതുമുന്നണി കൺവീനർ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചു പോന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിവസമുണ്ടായ വലിയ വിവാദം. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്ന നിർണായക വെളിപ്പെടുത്തൽ ഇ.പി. ജയരാജൻ നടത്തിയത്. ഇ.പി. ജയരാജൻ ആരോപണം ശരിവെച്ചുകൊണ്ട് അന്ന് സംസാരിച്ചത് വലിയ വിവാദമായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ നീക്കങ്ങൾ വീണ്ടും ശക്തമായത്. ഇ.പി. മുന്നണി കൺവീനറായി നിൽക്കുന്ന ആൾ ഇത്തരമൊരു ഇടപെടൽ നടത്തി ശരിയായില്ലെന്ന് CPM-നുള്ളിൽ വലിയ വിമർശനം ഉയർന്നു. CPI-യുടെ എല്ലാ കമ്മിറ്റികളിലും, എല്ലാ ഘടകങ്ങളിലും ഇ.പി. ജയരാജനെതിരെ, മുന്നണി കൺവീനർക്ക് അതിരൂക്ഷ വിമർശനമാണ് പിന്നീട് ഉയർന്നു വന്നത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത്ര സുഖമായിരിക്കില്ല മുന്നോട്ട് പോക്കുന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഇന്ന് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ, അത് ഇ.പി. ജയരാജന്റെ BJP നേതാവുമായുള്ള കൂടിക്കാഴ്ച അടക്കമുള്ള സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനിരിക്കെയാണ് അദ്ദേഹം ഇന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് തിരിച്ചത്. അദ്ദേഹം അല്പസമയത്തിനകം കണ്ണൂരിൽ എത്തിച്ചേരും. അദ്ദേഹം ഈ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. പകരം അദ്ദേഹം കണ്ണൂരേക്ക് തിരിച്ചിരിക്കുന്നു. അദ്ദേഹം നേരത്തെ തന്നെ പാർട്ടിയുമായുള്ള ഈ തർക്കം, അല്ലെങ്കിൽ പാർട്ടിയുമായുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായിരുന്നു. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം CPM പരിപാടികൾ സജീവമായിരുന്നു. അതിനിടയിലാണ് വീണ്ടും ഇന്ന് ഇപ്പോൾ ഈ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായത്. അതിനൊടുവിലാണ് ഇ.പി. ജയരാജൻ രാജ്യസന്നദ്ധ, അല്ലെങ്കിൽ മുന്നണി കൺവീനർ സ്ഥാനം ഒഴിയാനുള്ള സന്നദ്ധ അറിയിച്ച്. നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, മുതിർന്ന നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇ.പി. ജയരാജൻ. പതിറ്റാണ്ടുകളോളം കണ്ണൂരിലെ പാർട്ടിയെ CPM-ന്റെ സംസ്ഥാന തലത്തിലും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച നേതാവ്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായി, വലം കൈയെ തന്നെ അറിയപ്പെടുന്ന, വിലയിരുത്തപ്പെടുന്ന നേതാവ് കൂടിയായിരുന്നു ഇ.പി. ജയരാജൻ. പക്ഷേ രണ്ടാം പിണറായി സർക്കാർ, അല്ലെങ്കിൽ പിണറായി അധികാരത്തിൽ വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതോടുകൂടിയാണ് പിണറായി വിജയനുമായും അത്ര നല്ല ബന്ധത്തിൽ അല്ലാതായി തീർന്നത് ഇ.പി. ജയരാജൻ. പിന്നീട് MV ഗോവിന്ദനെ, തന്നെക്കാൾ വളരെ ജൂനിയറായ, പാർട്ടി വളരെ ജൂനിയറായ MV ഗോവിന്ദനെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആക്കുകയും അതിനുശേഷം പൊളിറ്റ് ബ്യൂറോയിലെ എടുക്കുകയും ചെയ്തതോടുകൂടി ഇ.പി. ജയരാജൻ പാർട്ടിയുമായി കൂടുതൽ അകലുകയായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ മുന്നണി കൺവീനർ സ്ഥാനത്തിന് അദ്ദേഹം മാറുന്നത്. സ്വാഭാവികമായും അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു രാജിസന്നദ്ധ അറിയിച്ചുകൊണ്ട് ഇന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് പോകുന്നത്. ഇപ്പോഴും ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. CPM സംസ്ഥാന നേതൃത്വം ഇ.പി. ജയരാജനോ രാജിവെച്ചു എന്ന് ഉറപ്പിച്ചു പറയുന്നില്ല. പക്ഷേ ഇ.പി. ജയരാജൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആ വാർത്ത തള്ളുന്നില്ല. തീർച്ചയായും അതാണല്ലോ ഏറ്റവും പ്രധാനം. അരുൺ ഇ.പി. ജയരാജനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇത് തള്ളിക്കളയാൻ തയ്യാറാകുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. മറ്റൊന്ന്, ഈ സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കുക. അരുൺ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഗവർണർക്കെതിരായ പ്രതിഷേധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്ത് പോലും അതിന്റെ മുൻനിരയിൽ ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാനസികമായി പാർട്ടിയുമായി വളരെ കൃത്യമായ ഒരു അകലം പാലിച്ചിരുന്നു. പക്ഷേ ഒന്നുകിൽ ഇ.പി. ജയരാജന് ഒഴിയേണ്ടി വരും, അല്ല എങ്കിൽ അത് പാർട്ടിക്ക് ആവശ്യപ്പെടേണ്ടി വരും. കാരണം കേവലം ഒരു നേതാവിനെയോ സൗഹൃദത്തിന്റെ പേരിലോ ഉള്ള കൂടിക്കാഴ്ച എന്നൊന്നും പറഞ്ഞ്
രാഷ്ട്രീയ നേതൃത്വത്തെയോ അണികളെയോ ഒന്നും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പ്രകാശ് ജാവ്ദേക്കറെ പോലെ ഒരു നേതാവിനെ വീട്ടിൽ വന്ന് കാണുന്നു. അതെന്തുകൊണ്ട് മറച്ചു വെച്ചു? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഒരു മറുപടി നൽകുകയോ വിശദീകരണം നൽകുകയോ ചെയ്യാൻ സാധിക്കാതെ പോകുന്ന പശ്ചാത്തലത്തിൽ ഒന്നുകിൽ ഒഴിയേണ്ടി വരും, അല്ലെങ്കിൽ ഒഴിപ്പിക്കും. അത് തന്നെ ആയിരുന്നില്ലേ സാഹചര്യവും വരും. തീർച്ചയായും ചെറിയ പ്രതിസന്ധി ആയിരുന്നില്ല ഇ.പി. ജയരാജന്റെ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച ഉണ്ടാക്കിയത്. ഒരുപക്ഷെ കൂടിക്കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് അദ്ദേഹം അത് സമ്മതിക്കാൻ, ആ ഒരു ആരോപണം ഉയർന്നപ്പോൾ അത് അഡ്മിറ്റ് ചെയ്യാൻ എടുത്ത ദിവസമാണ് ഏറ്റവും പ്രധാനം. ഒരുപക്ഷെ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം കെ രമയെ സന്ദർശിച്ച വി എസ് അച്യുതാനന്ദന്റെ നടപടിയോട് പോലും പലരും ഇതിനെ താരതമ്യം ചെയ്തു. ഇ.പി. ജയരാജൻ അന്ന് തനിക്ക് മുമ്പിൽ വന്ന ഒരു ആരോപണം വന്നപ്പോൾ അതിന് മറുപടി പറഞ്ഞു പോവുകയായിരുന്നു. പക്ഷേ മറുപടി പറഞ്ഞ ദിവസമാണ് തെറ്റിപ്പോയത്. ഇ.പി. ജയരാജൻ ഏതെങ്കിലും തരത്തിൽ ബി.ജെ.പിയിലേക്ക് പോകുമെന്നോ അല്ലെങ്കിൽ ബി.ജെ.പി നേതാക്കളുമായി ചർച്ച നടത്തി അതിന്റെ ഭാഗമെന്നൊന്നും CPM-ന്റെ പ്രധാന നേതാക്കൾ പോലും കരുതുന്നില്ല. അത്രയധികം CPM-ന്റെ സംഘടനാ സംവിധാനത്തിൽ പ്രാധാന്യമുള്ള നേതാവാണ്. CPM-ന്റെ കണ്ണൂരിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത്രയധികം ത്യാഗങ്ങൾ സഹിച്ച നേതാവ് കൂടിയാണ് ഇ.പി. ജയരാജൻ. അത്തരമൊരു നേതാവ് ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ അങ്ങനെ ബി.ജെ.പി നേതാവായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ച പാർട്ടിയെ നേരത്തെ അറിയിക്കുന്നില്ല. അത് വിവാദമായപ്പോൾ അത് പറയാൻ, ഞാൻ അങ്ങനെ പോയി കണ്ടിരുന്നു എന്ന് പറയാൻ എടുത്ത ദിവസം, ആ തീരുമാനമെടുത്ത ദിവസം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് തുടങ്ങിയ ശേഷമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അന്ന് ആദ്യം ഇ.പിയുടെ നടപടിയെ തള്ളി അതിർത്തി പരസ്യമാക്കി രംഗത്ത് വന്നത്. കണ്ണൂരിൽ ധർമ്മടത്ത് വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ തന്നെ പിണറായി വിജയൻ ഇ.പിയുടെ നടപടിക്കെതിരെയുള്ള തന്റെ അതൃപ്തി പരസ്യമാക്കിയിരുന്നു. സാധാരണഗതിയിൽ അത്തരമൊരു സംഘടനാ വിഷയത്തിൽ പിണറായി വിജയൻ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അത് പാർട്ടി ചർച്ച ചെയ്യും മുമ്പ് മറുപടി പറയുന്നത് അത്ര സാധാരണമല്ല, തീർത്തും അസാധാരണമെന്ന് പറയേണ്ടി വരും. അങ്ങനെ പിണറായി പറഞ്ഞെങ്കിൽ അത്രയധികം അതിർത്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു, പാർട്ടിക്കുണ്ടായിരുന്നു. ഇ.പിയുടെ പ്രസ്താവന അത്രയധികം തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇ.പി. ജയരാജനെ ഇങ്ങനെ ഒരു പുറത്തേക്ക് പോകലിന് വഴിയൊരുങ്ങുന്നത്. ഇ.പി. ജയരാജൻ ഇത്തരത്തിൽ കൺവീനർ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നത്. ഒരുപക്ഷെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുത്തേനെ. അങ്ങനെ എളുപ്പമല്ല CPM-ന് ഇ.പി. ജയരാജനെ പോലെ ഒരു നേതാവിന് നടപടിയെടുക്കുന്നത്. അത് പാർട്ടിക്കുണ്ടാകുന്ന ക്ഷീണം ചെറുതല്ല. ഇ.പിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന കറുത്ത പാടായി അത് മാറുമെന്ന് ഉറപ്പാണ്. അത്തരമൊരു അവസരം ഇ.പി. ജയരാജന് CPM നൽകി, അല്ലെങ്കിൽ ഇ.പി സ്വയം തിരഞ്ഞെടുത്തു തന്നെ പറയണം. കാരണം പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്ന, പാർട്ടിയെ രാഷ്ട്രീയ ശത്രുക്കൾ വേട്ടയാടുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്നുകൊടുക്കാതെ താൻ ഒഴിയുകയായിരുന്നു എന്നാണ് ഇ.പി. ജയരാജൻ. ആ ഒരു വഴിയാണ് ഇ.പി. ജയരാജൻ തിരഞ്ഞെടുത്തത്. അതുതന്നെയാണ് ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തെ നിർണായകമാക്കുന്നതും. ഒരുപക്ഷെ ഇ.പി. ജയരാജൻ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ പോയത് തന്നെ ഈ തീരുമാനം ഇവിടെ വെച്ച് ആരെയും അറിയിക്കേണ്ട, അല്ലെങ്കിൽ സംസ്ഥാന സമിതി യോഗം കഴിഞ്ഞ ശേഷം മാത്രം തീരുമാനം വരട്ടെ എന്ന ഒരു ധാരണയുടെ ഭാഗത്താകാം. പക്ഷേ ഇ.പി. ജയരാജനെതിരെ ഏത് തരത്തിലുള്ള നടപടിക്ക് CPM തയ്യാറാകാൻ ഇടയില്ല. അതുകൊണ്ട് കൂടിയാകാം ഒരുപക്ഷെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള ഭരണഘടനാപരമായ പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള അവകാശം സംസ്ഥാന സമിതിക്കില്ല. നടപടിയാണെങ്കിൽ പോലും ശുപാർശ മാത്രമേ ചെയ്യാൻ കഴിയൂ. പക്ഷേ ഇ.പിക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന സൂചന നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കൺവീനർ സ്ഥാനത്ത് മാറി നിൽക്കുന്നത്. തീർച്ചയായും അരുൺ, അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത് ഈ ഇ.പി. ജയരാജനോട് പിന്നീട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ബി.ജെ.പിയിൽ ചേരുമോ എന്നൊക്കെ. അപ്പോഴൊക്കെ ഇ.പി. ജയരാജൻ അയ്യേ എന്നാണ് പ്രതികരിച്ചത്, ഞാൻ ബി.ജെ.പിയിൽ ചേരാനോ എന്നാ. പക്ഷേ ബി.ജെ.പി കേന്ദ്രങ്ങൾ പലപ്പോഴായി പറഞ്ഞിരുന്നു പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ ബി.ജെ.പിയിൽ എത്തും, അത് CPIM-ൽ നിന്നടക്കം. അപ്പോഴൊക്കെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേട്ട ഒരു പേരായിരുന്നു ഇ.പി. ജയരാജന്റേത്. പക്ഷേ അരുൺ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട സമയത്ത് ആണ് ഈ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ആ കൂടിക്കാഴ്ച സ്വാഭാവികമായും ഇ.പി. ജയരാജൻ ഒരു പദവിയിലിരിക്കുമ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയെ അറിയിക്കേണ്ടതുണ്ട്. അതൊന്നും അറിയിക്കാതെ പാർട്ടിയെപ്പോലും ഒരു പക്ഷേ അറിയിക്കാതെ നടത്തിയ കൂടിക്കാഴ്ച. അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു പ്രതികരണം പാർട്ടി നേതാക്കൾക്ക് നൽകാൻ പറ്റാത്ത സാഹചര്യം, ഇങ്ങനെയൊക്കെ പാർട്ടിയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയ പശ്ചാത്തലവുമുണ്ടല്ലോ. തീർച്ചയായും ചെറിയ തോതിലൊന്നുമല്ല ഇ.പി. ജയരാജന്റെ അന്നത്തെ വോട്ടെടുപ്പ് ദിവസത്തെ ആ ഒരു വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അതൊരു സ്ഥിരീകരണം. പ്രകാശ് ജാവ്ദേക്കർ തന്നെ തന്റെ ഫ്ളാറ്റിൽ വന്ന് കണ്ടു, എവിടെയോ പോകുന്ന വഴി അവിടെ വന്ന് കണ്ടു, മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന കൂടിക്കാഴ്ച, രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിച്ചില്ല എന്ന് ഇ.പി. ജയരാജൻ പറയുമ്പോൾ ആ ദിവസമാണ് ഏറ്റവും പ്രശ്നമായത്. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്രയധികം തിരിച്ചടി CPM ഉണ്ടാക്കിയ, പ്രത്യേകിച്ചും മലബാറിൽ
അത്തരം തിരിച്ചടിയുണ്ടാക്കിയ കാരണങ്ങളിൽ ഒന്നായി പോലും CPM-ലെ പല നേതാക്കളും പിന്നീട് ഈ ഒരു പ്രസ്താവനയെ ചൂണ്ടിക്കാണിച്ചു. CPI-യുടെ സംസ്ഥാന നേതൃയോഗങ്ങളിലടക്കം വലിയ വിമർശനം EP-ക്കെതിരെ ഉയർന്നു വന്നു. മുന്നണി കൺവീനർ തന്നെ BJP-യുമായി ചർച്ച നടത്തി അല്ലെങ്കിൽ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തി സ്ഥിരീകരിക്കുമ്പോൾ എങ്ങനെയാണ് ആ മുന്നണി ആ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തുക എന്ന ചോദ്യമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. ഇതൊക്കെ EP ജയരാജന് വിനയ എന്നതിനെ പറയാം, അതൊക്കെ EP ജയരാജനെ തിരിച്ചടിയായി എന്നതിനെ പറയാം. അതിനൊടുവിലാണ് അദ്ദേഹം ഇത്തരമൊരു വഴി തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും EP ജയരാജന് മുന്നിൽ മറ്റു വഴികൾ ഇല്ലായിരുന്നു. അവിടെയും EP ജയരാജൻ ഒരു അർത്ഥത്തിൽ പാർട്ടി സംരക്ഷിക്കുക തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നടപടി ശുപാർശയെങ്കിലും സംസ്ഥാന സമിതിക്ക് എടുക്കേണ്ടി വരും. സ്വാഭാവികമായും ഇങ്ങനെ അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞല്ലെങ്കിൽ മാറി നിൽക്കാനുള്ള സന്നദ്ധ പാർട്ടി അറിയിച്ചതോടുകൂടി ആ വഴി അടയുകയാണ്. അവിടെ EP ജയരാജൻ എന്ന CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാൾക്ക് എതിരെ ഒരു നടപടി എന്ന ഒരു ദുഷ്പേര് അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ തിരിച്ചടിക്ക് CPM നിന്നുകൊടുത്തില്ല. EP-ക്കും അങ്ങനെ മാന്യമായി പിന്മാറാനുള്ള അവസരം CPM നൽകി എന്ന് വേണം ഈ വാർത്താ സ്ഥിരീകരണം വരുമ്പോൾ നമുക്ക് പറയേണ്ടത്. ഏതായാലും വാർത്ത ഇപ്പോൾ EP-യോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ നിഷേധിക്കുന്നില്ല. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ EP ജയരാജൻ രാജ്യസന്നദ്ധ അറിയിച്ചു. അത് പാർട്ടി നേതൃത്വം ഒരുപക്ഷെ ഇന്നലത്തെ സെക്രട്ടറി യോഗത്തിൽ തന്നെ അദ്ദേഹം ഇത് അറിയിച്ചിരിക്കണം. അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തണം. അതോടൊപ്പം അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം കൂടിയാണല്ലോ, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്ന പശ്ചാത്തലമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം. മറ്റൊന്ന് മുകേഷുമായി ബന്ധപ്പെട്ട വിവാദമാണ്. അത് ചെറിയ തോതിലൊന്നുമല്ല പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നത്. ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുകയാണ് മുകേഷ്. ഒരുപക്ഷെ ഇന്നത്തെ വാർത്താ ദിനത്തിൽ പോലും ഈ മുകേഷിന്റെ രാജി സംബന്ധിച്ച വിഷയമായിരിക്കും പ്രധാനപ്പെട്ട ചർച്ചയെന്നാണ് നമ്മൾ ഒക്കെ പ്രതീക്ഷിച്ചത്. അങ്ങനെ പാർട്ടി ഒരു ഭാഗത്ത് പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ദിവസങ്ങൾക്കകം എന്തായാലും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായേക്കാം. ഉപതെരഞ്ഞെടുപ്പ് തീയതി അടക്കം പ്രഖ്യാപിച്ചേക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. ആ ഘട്ടത്തിൽ വളരെ കൃത്യമായൊരു തീരുമാനം പാർട്ടി എടുക്കേണ്ടി വരുമല്ലോ. ആ തീരുമാനം ഉടനുണ്ടാകുമോ? അതെയോ ഒരുപക്ഷെ EP ജയരാജൻ മാറി നിൽക്കുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്താൽ അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമാകുവാനുള്ള സാധ്യത തള്ളിക്കളയാനാകും? അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു EP ജയരാജൻ രാജ്യസഭ അറിയിച്ചാൽ അത് പക്ഷേ ഇന്ന് സംസ്ഥാന സമിതി തന്നെ ആ തീരുമാനം അംഗീകരിക്കാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ട് പോകില്ല. കാരണം തെറ്റുതിരുത്ത നടപടികളിലേക്കാണ് CPM അല്ലെങ്കിൽ തെറ്റുതിരുത്ത നടപടികളാണ് CPM-ൽ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സർക്കാർ തലത്തിലുള്ള തിരുത്തലുകളുണ്ട്. അവിടെ മുഖ്യമന്ത്രിയുടെ ഒരു സമീപനം അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്. പല കാര്യങ്ങളിലും സർക്കാരിന്റെ മുൻഗണനാ ക്രമത്തിൽ മാറ്റം വരുന്നുണ്ട്. അവിടെ സംഘടനയിൽ കൂടി തിരുത്തൽ വരുത്താനാണ് CPM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി പശ്ചാത്തലത്തിൽ ആലോചിച്ചത്. ആ സംഘടനയിൽ തിരുത്തൽ വരുമ്പോൾ അത് മുകൾത്തട്ടിൽ നിന്ന് തുടങ്ങുകയാണ് CPM. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജൻ ഇത്തരമൊരു ആരോപണം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ വീഴ്ചയുണ്ടായെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുമ്പോൾ അത് നടപടിയെടുക്കാതെ അല്ലെങ്കിൽ അത് തിരുത്താതെ മുന്നോട്ട് പോകുക എളുപ്പമായിരുന്നില്ല CPM-ന്. അതുകൊണ്ടുകൂടിയാണ് ആ തിരുത്തൽ ആരായാലും ഈ തെറ്റുതിരുത്തൽ രേഖയുടെ ഭാഗമായി എത്ര ഉന്നതരായാലും തിരുത്തേണ്ടി വന്നാൽ തിരുത്തും, നടപടിയെടുക്കേണ്ടി വന്നാൽ നടപടിയെടുക്കുമെന്ന് CPM പലതവണ വ്യക്തമാക്കിയതാണ്. CPM നേതൃത്വം അക്കാര്യം പലതവണ സൂചിപ്പിച്ചതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്ര ഉന്നതനായ ഒരു നേതാവിന് എതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ പോലും അത്തരമൊരു നടപടിയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നിർബന്ധിതമായെങ്കിലും ഒരു രാജിയിലേക്ക് EP ജയരാജനും പോയത്. അത് ആ രീതിയിൽ തന്നെ കാണണം. സംഘടനാ തലത്തിലുള്ള തിരുത്തലുകളുടെ ഭാഗമായി കൂടി ഇതിനെ കാണേണ്ടി വരും. ആരായാലും അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന സൂചനകളാണ് CPM നേതൃത്വം നേരത്തെ നൽകിയത്. അവിടെയാണ് ഇപ്പോൾ EP ജയരാജൻ ഇങ്ങനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് മാറി നിൽക്കാനുള്ള സന്നദ്ധ പാർട്ടി അറിയിച്ചതിനെ നമ്മൾ കാണേണ്ടത്. അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തിരിച്ചടിയുടെ ഭാഗമായുള്ള തെറ്റിദ്ധ നടപടികളുടെ ഭാഗമായി തന്നെ ആകും CPM നേതൃത്വം വിശദീകരിക്കുക. അവിടെ ഒരുപക്ഷെ EP-യുടെ രാജി പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല. EP-ക്ക് അന്നുണ്ടായതിൽ പിഴവ് പറ്റിയെന്ന സ്വയം വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മാറി നിൽക്കുന്നു എന്ന ഒരു വിശദീകരണമാകും ഒരുപക്ഷെ CPM നൽകുക. അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതും. സംസ്ഥാന സമിതി യോഗം 10 മണിയോടുകൂടി ആരംഭിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദൻ അടക്കമുള്ളവർ AKG സെന്ററിലേക്ക് എത്തുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം. സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, തെറ്റുതിരുത്തൽ നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിൽ പാർട്ടി ഇതുവരെ എടുത്ത കാര്യങ്ങൾ വിശദമായി അവലോകനം ചെയ്യാനുള്ള CPM-ന്റെ സംസ്ഥാന സമിതി യോഗമാണ് ചേരുന്നത്. അവിടെയാണ് അതിന് തൊട്ട് മുമ്പ് തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് തിരിച്ചറിഞ്ഞ EP ജയരാജൻ രാജ്യസന്നദ്ധ അറിയിച്ച് സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങിയിരിക്കുന്നത്. ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയാണ് EP ജയരാജൻ. ആ EP ജയരാജനാണ് ഇപ്പോൾ LDF കൺവീനർ സ്ഥാനം ഒഴിയാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളത്. CPM-ന്റെ നിർണായകമായ സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത്
അല്പസമയത്തിനകം ചേരാനിരിക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇ പി ജയരാജൻ കണ്ണൂരിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ വി അരുൺ ഇ പി ജയരാജനുമായി ടെലിഫോണിൽ സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹം നിഷേധിക്കുന്നില്ല. അതേസമയം ചില പരിപാടികളിൽ പങ്കെടുക്കാനാണ് താൻ കണ്ണൂരിലേക്ക് പോയത് എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പുറത്തു വരുമ്പോഴും ഇങ്ങനെ ഒരു സമയത്ത് നിർണായകമായ യോഗം ചേരുന്ന സമയത്ത് ഇ പി ജയരാജൻ വിട്ടുനിൽക്കുന്നുവെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവതരം തന്നെയാണ്.